Hello everyone, welcome to the very first episode of Code Lingua. So ഇന്നത്തെ എപ്പിസോഡിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈത്തൺ ടേർട്ടിലിനെ കുറിച്ചാണ്. ടേർട്ടിൽ പ്രോഗ്രാമിംഗ് പൈത്തൺ ഈസ് എ ബിൽറ്റ് ഇൻ മൊഡ്യൂൾ ആൻഡ് ദിസ് ഈസ് ബേസിക്കലി യൂസ്ഡ് ഫോർ നമുക്കൊരു ഗ്രാഫിക്സ് ക്രിയേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ബേസിക്കലി ടേർട്ടിൽ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോഗ്രാം യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആൻഡ് ഫങ്ഷൻസ് വരുന്നുണ്ട്. ആൻഡ് ഐ ഹാവ് ഗിവൻ സം ഓഫ് ദി commonly used method as well as its parameter and description over here. And ഓരോന്നായിട്ടും ഓരോ എക്സാമ്പിൾസിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് ഹിയർ നമ്മളൊരു ടേർട്ടിലിനെ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടേർട്ടിൽ പാക്കേജിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടാകണം. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്കേജിനെ ഫസ്റ്റ് ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വി ഹാവ് ടു ഇൻസ്റ്റാൾ ദാറ്റ് പാക്കേജ്. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ടേർട്ടിൽ പാക്കേജിനെ ഇമ്പോർട്ട് ചെയ്യും. ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മളൊരു വിൻഡോ ക്രിയേറ്റ് ചെയ്യും, ലൈക്ക് ഒരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യണം. എവിടെയാണ് ഇത് ഡ്രോ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളുടെ പൈത്തണിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഓരോ മെത്തേഡ്സ് യൂസ് ചെയ്യും, ലൈക്ക് എന്ത് ഫങ്ഷണാലിറ്റീസ് ആണ് ചെയ്യേണ്ടത്. ഒരു സർക്കിൾ വരക്കുകയാണോ, അല്ലെങ്കിൽ വേറെ ഒരു വീട് വരക്കുകയാണോ, അതല്ല ഒരു മറ്റെന്തെങ്കിലും ഫങ്ഷണാലിറ്റീസ് ആണോ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് പറയും. സോ വൺസ് എവറിത്തിങ് ഈസ് ഡൺ, നമുക്ക് ഫൈനലി ഇത് കഴിഞ്ഞു എന്ന് പറഞ്ഞു കൊടുക്കണമല്ലോ, അപ്പോൾ അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യണമല്ലോ. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, turtle.done എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പ്രോഗ്രാമിനെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊരു ജസ്റ്റ് ഒരു ബേസിക് എക്സാമ്പിളിലൂടെ നോക്കാം. സോ നൗ ലെറ്റ്സ് ഗോ വിത്ത് എ ബേസിക് എക്സാമ്പിൾ. ഇവിടെ നമ്മൾ ഫസ്റ്റ് പൈത്തൺ ഗ്രാഫിക്സ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടേർട്ടിലിനെ ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, സോ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ഇമ്പോർട്ട് ടേർട്ടിൽ എന്ന് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ കറൻ്റ്ലി ടേർട്ടിൽ എന്ന് പറയുന്ന പാക്കേജിന് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ടേർട്ടിൽ എന്ന് പറയുന്ന ഒരു പാക്കേജിന് ഇമ്പോർട്ട് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ടെർമിനൽ കാണാനായിട്ട് കഴിയും. ഇവിടെ പിപ്പ് ഇൻസ്റ്റാൾ ടേർട്ടിൽ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു ഗ്രാഫിക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ബേസിക്കായിട്ട് ഏതൊരു ഡ്രോയിങ്ങിന് വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു പൈത്തൺ ടേർട്ടിൽ യൂസ് ചെയ്യാം. പക്ഷെ നമുക്കിങ്ങനെ വരക്കണം എന്നുണ്ടെങ്കിൽ ഒരു ക്യാൻവാസ് വേണം, അല്ലെങ്കിൽ ഒരു സ്ക്രീൻ വേണം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രിയേറ്റ് എ വിൻഡോ സ്ക്രീൻ എന്നുള്ളതാണ്. നമുക്കൊരു വിൻഡോ സ്ക്രീൻ ക്രിയേറ്റ് ചെയ്യണം, നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഡ്രോ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വിൻഡോ സ്ക്രീനിനെ ബേസിക്കലി WN എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. WN നമ്മൾ എന്ത് ചെയ്യുന്നത്, എല്ലാം സ്റ്റോർ ചെയ്യുന്നത്, സ്ക്രീനിന് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ടേർട്ടിൽ എന്ന് പറയുന്ന പാക്കേജ് വീണ്ടും എടുത്തു. ഓക്കെ, ഞാൻ ആ ഒരു പാക്കേജിന് എടുത്ത സമയത്ത് ഇവിടെ കണ്ടോ, നമ്മൾ ആ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള പാക്കേജ് ഇവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്രീനാണ് കിട്ടേണ്ടത് അല്ലേ. അപ്പോൾ സ്ക്രീൻ എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷനെ യൂസ് ചെയ്യും. അപ്പോൾ ടേർട്ടിൽ എന്ന് പറയുന്ന പാക്കേജിൽ നിന്ന് സ്ക്രീൻ എന്ന് പറയുന്ന ഫംഗ്ഷനെ നമ്മളിവിടെ യൂസ് ചെയ്തു. ഇനി ഈ സ്ക്രീൻ ഇവിടെ വരുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അതിനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ജസ്റ്റ് ഈ ഒരു ഫയലിന് റൺ ചെയ്ത് നോക്കുക. അപ്പോൾ സ്ക്രീൻ ഇവിടെ ഉണ്ട്, പക്ഷേ സ്ക്രീനിനെ കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. ഈ സ്ക്രീനിനെ കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഒരു കോഡിലൂടെ സിസ്റ്റത്തിന് അത് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു പാക്കേജ് വേണ്ടിയും യൂസ് ചെയ്യാം, ടേർട്ടിൽ എന്ന് പറയുന്ന പാക്കേജ് ആൻഡ് ഡെൻ എന്ന് പറയുന്ന അടുത്ത ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു ഫങ്ഷനെ നമ്മൾ യൂസ് ചെയ്യും. ഇങ്ങനെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, വീണ്ടും ഇത് റൺ ചെയ്യുക. റൺ ചെയ്യുമ്പോൾ ഇപ്പോൾ കണ്ടോ, നമുക്കിവിടെ നമ്മളുടെ ആ ഒരു ക്യാൻവാസ് അല്ലെങ്കിൽ ആ ഒരു വിൻഡോനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ക്യാൻവാസിന് അല്ലെങ്കിൽ ഈ ഒരു വിൻഡോക്ക് നമുക്ക് ടൈറ്റിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും, അതുപോലെ കളറ് സെറ്റ് ചെയ്യാനായിട്ടെല്ലാം പറ്റും. നെക്സ്റ്റ് ഞാൻ ഇനി ചെയ്യുന്നത് ഈ ഒരു വിൻഡോക്ക് ടൈറ്റിൽ സെറ്റ് ചെയ്യാന്നുള്ളതാണ്. എനിക്ക് ഈ ഒരു വിൻഡോക്കാണല്ലോ ടൈറ്റിൽ സെറ്റ് ചെയ്യേണ്ടത്. ഓൾറെഡി ഞാൻ ഈ ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് WN എന്ന് പറയുന്ന ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്, ഈ WNനെ കോൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ WN ഡോട്ട് അടുത്തത് എനിക്ക് ടൈറ്റിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ടൈറ്റിൽ എന്ന് പറയുന്ന മെത്തേഡിനെ യൂസ് ചെയ്യുന്നു.
എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മളുടെ ആർഗ്യുമെൻറ്റിനെ പാസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ടൈറ്റിൽ കൊടുക്കാനായിട്ട് എന്ത് ചെയ്യുക, ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ ടൈറ്റിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ടൈറ്റിൽ കൊടുക്കുന്നത് ടേർട്ടിൽ എന്നാണ്. ഓക്കെ, വീണ്ടും എന്ത് ചെയ്യും, ഞാനിത് റൺ ചെയ്യും. അപ്പോൾ ജസ്റ്റ് സ്റ്റോപ്പ് ആൻഡ് റൺ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ഇതിൽ പോയി നോക്കിയാൽ, ഓക്കെ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇവിടെ കണ്ടോ, ഇപ്പോൾ ഇവിടെ ടൈറ്റിൽ ചേഞ്ച് ചെയ്തിട്ട് എന്തായി മാറിയിട്ടുണ്ട്, ടേർട്ടിൽ എന്നുള്ളതായി മാറിയിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്ക്രീനിന് അല്ലെങ്കിൽ ഈ ഒരു വിൻഡോ ഒരു കളർ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ എനിക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് WN ആ ഒരു വിൻഡോനെ കോൾ ചെയ്താൽ മതി. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ സെറ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ ഫോർ വിൻഡോ. ഇതിന് മുന്നേ നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ ടൈറ്റിൽ സെറ്റ് ചെയ്തു. ഓക്കെ, സെറ്റ് ടൈറ്റിൽ ഫോർ വിൻഡോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു പാക്കേജിനെ ഇമ്പോർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സ്ക്രീൻ ക്രിയേറ്റ് ചെയ്തു ആൻഡ് ആ സ്ക്രീനിന് ഒരു ടൈറ്റിൽ നൽകി. അതിനുശേഷം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വിൻഡോനെ വീണ്ടും കോൾ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്, ബാക്ക്ഗ്രൗണ്ട് കളറാണ് സെറ്റ് ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഒരു മെത്തേഡ് ഇവിടെ കാണാനായിട്ട് പറ്റും. അത് യൂസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഏത് കളറാണോ ചൂസ് ചെയ്യേണ്ടത് ആ ഒരു കളറിനെ ഇവിടെ പാരാമീറ്റർ അല്ലെങ്കിൽ ഒരു ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്യാം. ഓക്കെ, ലൈക്ക് ലൈറ്റ് ഗ്രീൻ ആണ് എനിക്കിവിടെ വേണ്ടത്. ലൈറ്റ് ഗ്രീൻ എന്ന് കൊടുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, റൺ ചെയ്യാണ് വീണ്ടും ഫയൽ. സ്റ്റോപ്പ് ആൻഡ് റൺ ആൻഡ് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ടെടുക്കുക. ഓക്കെ, അപ്പോൾ ക്ലോസ് ചെയ്തെടുത്തപ്പോൾ കണ്ടോ, നമുക്കിവിടെ ആ ഒരു കളർ നമ്മളുടെ ക്യാൻവാസിൽ അല്ലെങ്കിൽ വിൻഡോയിൽ അപ്ലൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഗ്രാഫിക്സ് വർക്ക് ആകാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഈ ഒരു ടേർട്ടിൽ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ടേർട്ടിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് ഇവിടെ പറഞ്ഞു കൊടുക്കണം. സോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടേർട്ടിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ടേർട്ടിൽ ഒബ്ജക്റ്റ് ഞാൻ സ്റ്റോർ ചെയ്യാനായിട്ട് SKK എന്ന് പറയുന്ന ഒരു വേരിയബിൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ ടേർട്ടിൽ ഒബ്ജക്റ്റിനെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ടേർട്ടിൽ എന്ന് പറയുന്ന പാക്കേജിനെ ഫസ്റ്റ് എടുക്കുന്നു. അതിൽ ടേർട്ടിൽ എന്ന് പറയുന്ന ഒരു കൺട്രോളർ വേണമല്ലോ. അപ്പോൾ നമ്മൾ ആ ഒരു കൺട്രോളറിന് ഇവിടെ കൊടുക്കണം, ടേർട്ടിൽ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അതിനെ ഇവിടെ ഡിഫൈൻ ചെയ്യും. ഇനി നമ്മളിത് റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ഒരു ജസ്റ്റ് ഒരു അഡീഷണലായിട്ട് ഒരു സംഭവം നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല. ഒരു സ്ക്വയർ കാണുന്നുണ്ട്. ഇതാണ് ടേർട്ടിൽ. ഇനി ഈ ഒരു ടേർട്ടിൽ എനിക്ക് ഇങ്ങനെ മൂവ് ചെയ്യണം. ഇതിനെ നമുക്ക് മൂവ് ചെയ്യിപ്പിക്കണം. ഫോർവേഡായിട്ടും ബാക്ക്വേർഡായിട്ടും റൈറ്റായിട്ടും ലെഫ്റ്റായിട്ടും എല്ലാം നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇനി ഇതിനെ എങ്ങനെയാണ് മൂവ് ചെയ്യുക എന്നുള്ളത് നോക്കാം, ഈ ഒരു ടേർട്ടിലിനെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു ഒബ്ജക്റ്റിനല്ലേ മൂവ് ചെയ്യേണ്ടത്. ഈ ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാനായിട്ട് SKK ആ ഒരു SKK എന്ന് പറയുന്ന വേരിയബിളിലോട്ടല്ലേ നമ്മളിത് സ്റ്റോർ ചെയ്തിട്ടില്ലേ, അതിനെടുക്കുന്നു. ഡോട്ട് കോൾ ചെയ്യാണ്. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് ഫോർവേഡായിട്ട് മൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ വീണ്ടും ഫോർവേഡ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ ആ ഒരു ആർഗ്യുമെൻറ്റിനെ പാസ് ചെയ്യും. ഇപ്പോൾ എനിക്ക് ഒരു 100 മീറ്റർ മൂവ് ചെയ്യണം എന്നാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ 100 മീറ്റർ കൊടുക്കും. ഓക്കെ, വീണ്ടും എന്ത് ചെയ്യും, ഈ ഒരു ഫയൽ റൺ ചെയ്യാം. റൺ ചെയ്തിട്ട് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ കണ്ടോ നമ്മളുടെ ആ ഒരു ടേർട്ടിൽ 100 മീറ്റർ എന്നല്ല 100 എന്നുള്ള ആ ഒരു കണക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബേസിക്കലി ഒരു പിക്സലിൻ്റെ കേസിലോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ സെൻറ്റിമീറ്റർ ആയിട്ട് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു കൊടുക്കാം. എത്രയാണ് നമുക്ക് മൂവ് ചെയ്യേണ്ടത് അത്ര ആ ഒരു മെഷർമെൻറ്റ് നമ്മളവിടെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഡിസ്റ്റൻസിൽ നമ്മൾ ടേർട്ടിൽ മൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി നമ്മൾ ഒരു ഒരു ഗ്രാഫിക്സ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പൈത്തൺ ടേർട്ടിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിഫറെൻറ്റ് തിങ്സ് ഡ്രോ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് ദി ബേസിക് വീഡിയോ ഓഫ് പൈത്തൺ ടേർട്ടിൽ. ആൻഡ് ഈ ഒരു വീഡിയോസിൽ ഡൗട്ട്സ് ഒന്നുമില്ല എന്നാണ് വിശ്വസിക്കുന്നത്. ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.